കർണാടകത്തിലെ 2024 അക്കാഡമിക് ഇയറിലേക്കുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ സിഇടിയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ സാധാരണ കർണാടകത്തിൽ അപ്ലൈ ചെയ്യുക ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ MBBS, അതായത് സെന്റ് ജോൺസ് ഉൾപ്പെടെയുള്ള കോളേജുകളും മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ MBBS, BDS, അതേപോലെ BSc നഴ്സിംഗ് പ്രോഗ്രാമുകൾക്കാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോമൺ എൻട്രൻസ് ടെസ്റ്റ് 2024 കർണാടക. ഇനി നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഉണ്ട്. ആ കൗൺസിൽ അവിടുത്തെ സ്റ്റേറ്റിലെ കുട്ടികൾക്കാണ് പ്രയോറിറ്റി. 85% സീറ്റും അവിടെയാണ്. നമുക്കവിടെ ഈ ഒരു രീതിയിൽ നമുക്ക് അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല. കാരണം നമ്മൾ നോൺ കർണാടകൻസ് ആണ്. കർണാടക റെസിഡന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിൽ മാത്രമാണ് കിട്ടുക, ഗവൺമെന്റ് കോളേജിൽ കിട്ടില്ല. അതും ശ്രദ്ധിക്കുക. ഇതൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. നമുക്ക് അവിടുത്തെ ഗവൺമെന്റ് സീറ്റ് കിട്ടില്ല. ഓക്കെ. ഇനി കാരണം നേറ്റീവ് കേരളമായതുകൊണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ എന്നാലും ചില സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ MBBS-നും BDS-നും BSc നഴ്സിംഗിനും ഒക്കെ അപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ എന്റെ ഡീറ്റെയിൽ കൊണ്ടുവരുന്നത്. നമുക്ക് ആ ബോർഡ് നോക്കിയാൽ കാണാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സ്ക്രീനിൽ വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ സാധാരണ ഞാൻ പറഞ്ഞു BDS-ഉം MBBS-ഉം BSc നഴ്സിംഗുമാണ്. ഇതിൽ ഈ MBBS-ഉം BDS-ഉം സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്കാണ് അപേക്ഷിക്കുക. അത് നീറ്റ് മതി. നിങ്ങൾ എക്സാം എഴുതണ്ട, CET എക്സാം എഴുതണ്ട, ബട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് കർണാടകത്തിൽ ഇതിൽ ഏതെങ്കിലും സീറ്റ് കിട്ടിയാൽ പോകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. പ്രൈവറ്റ് കോളേജിലാണെങ്കിലും രജിസ്റ്റർ ചെയ്താലേ പറ്റൂ. എക്സാം എഴുതണ്ട, നീറ്റിന്റെ ബേസിലാണ്. ഈ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പിന്നീട് നീറ്റിന്റെ സ്കോർ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയം തരിക. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവർ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ആര് രജിസ്റ്റർ ചെയ്യണം? BSc നഴ്സിംഗ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഈ BSc നഴ്സിംഗിന് ഒരു എക്സാം ഉണ്ട്, CET. ഈ എക്സാം ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും എക്സാം എഴുതുകയും വേണം. ഏതിന്? BSc നഴ്സിംഗിന്. ഓക്കെ. ഇനി അതിനുവേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സൈറ്റ് ഏതാണ്? kea.kar.nic. ഈ സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ BSc നഴ്സിംഗിനുള്ളവർക്ക് എക്സാം ഉണ്ടാവും. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക? നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഒരു വാലിഡ് മൊബൈൽ നമ്പർ, ഒരു ഇമെയിലും ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ, അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഡോക്യുമെന്റുകൾ ഇപ്പൊ നിങ്ങൾക്ക് NCL ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട, കാരണം നമ്മുടെ റിസർവേഷൻ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് +2 മാർക്ക് ലിസ്റ്റ്, 10th സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ID പ്രൂഫ്, ഫോട്ടോഗ്രാഫ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല. ഈ എല്ലാ ഡോക്യുമെന്റുകളുടെയും ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചേക്കുക. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആയിക്കോട്ടെ, ഫീ പേ ചെയ്യുന്ന റെസിപ്റ്റ് ആയിക്കോട്ടെ, സർട്ടിഫിക്കറ്റുകൾ ആയിക്കോട്ടെ, അതിന്റെ എല്ലാം ഒരു സ്കാൻഡ് ഇമേജ് കയ്യിൽ സൂക്ഷിക്കുക. പിന്നീട് വേണം. അതുപോലെ അതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടുന്നത്, രജിസ്ട്രേഷൻ ഫോമിന്റെ സ്ലിപ്പ് കിട്ടുന്നതൊക്കെ സൂക്ഷിച്ചിരിക്കുക. ഓക്കെ. ഇനി ഷെഡ്യൂൾ എങ്ങനെയാണ്? രജിസ്ട്രേഷൻ എപ്പോൾ തുടങ്ങും? ജനുവരി 10-ാം തീയതി തുടങ്ങി ഫെബ്രുവരി 10-ാം തീയതി വരെ ഒരു മാസം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയമുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ജനുവരി 13 തുടങ്ങി 17 വരെയുള്ള ദിവസങ്ങളിൽ സൈറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അതിന് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഈ 3 ദിവസങ്ങൾ, ഈ 13 തുടങ്ങി 17 വരെയുള്ള ദിവസങ്ങളിലേക്ക് എന്തുണ്ടാവും? സൈറ്റിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. 17-ന് ശേഷം ചെയ്താൽ മതി. ഫീ പേ ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഫെബ്രുവരി 14 വരെയുണ്ട്. രജിസ്ട്രേഷൻ ഫീ എത്രയാണോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേ മനസ്സിലാവും. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടില്ല. അടുത്തത്, ഇനി BSc നഴ്സിംഗ് അപ്ലൈ ചെയ്ത കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞു. ഇപ്പൊ BSc നഴ്സിംഗ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +2 പഠിച്ചിട്ടുണ്ടാവണം. ഇത് 3-നും കൂടെ ചേർത്ത് അഗ്രിഗേറ്റ് 45% മാർക്ക് ഉണ്ടാവണം. 3-നും കൂടെ ചേർത്ത് 45% +2 ഉണ്ടായാൽ മതി. +2 മാർക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ. അത് നഴ്സിംഗിന്റെ കേസിലാണ്. അവർ എഴുതേണ്ട എക്സാം ഏതാണ്? CET-യിൽ അവർ എഴുതേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതുമ്പോൾ അതിന്റെ ഡേറ്റ് കൂടി പറയാം. അതായത് ഏപ്രിലാണ് എക്സാം ഉണ്ടാവുക. ഏപ്രിൽ 18-ാം തീയതി 10:30 തുടങ്ങി 11:30 വരെ ബയോളജിയുടെ 60 മാർക്ക് ക്വസ്റ്റ്യൻ. അതേപോലെ 19-ാം തീയതി 10:30 തുടങ്ങി 11:50 വരെ ഫിസിക്സിന്റെ 60 മാർക്ക് ക്വസ്റ്റ്യൻ. 60 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അന്നേ ദിവസം ഏപ്രിൽ 19-ാം തീയതി 2:30 തുടങ്ങി 3:50 വരെ കെമിസ്ട്രിയുടെ 60 ക്വസ്റ്റ്യൻ, 60 മാർക്ക്. അപ്പൊ 18-ാം തീയതി ബയോളജിയുടെ എക്സാം ഉണ്ട്. 19-ാം തീയതി ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവും. ഒരു സബ്ജക്റ്റിൽ നിന്ന് 60 ക്വസ്റ്റ്യൻ. അതില് ഒരു ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. തെറ്റാണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവില്ല. അവിടെ 0, അൺഅറ്റൻഡ് ആണ്, നെഗറ്റീവ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ഇനി സിലബസ് എന്താണ്?
+1 +2 സിലബസ് ആണ്. NCERT അല്ല, കർണാടക സ്റ്റേറ്റ് സിലബസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട, നിങ്ങൾ NCERT തന്നെ പഠിച്ചിട്ട് പോവുക. ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ സെഷനിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിച്ചു. ക്ലിയർ ആണോ? ഇല്ല. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്, BSc നേഴ്സിംഗിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ MBBS ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നോൺ കർണാടകൻ തന്നെ കൊടുക്കാം. ഈ BSc നേഴ്സിംഗിന് അപ്ലൈ ചെയ്യുമ്പോൾ നോൺ കർണാടകൻസ് ആയിരിക്കുന്ന കുട്ടികൾ വൈ എന്ന് പറയുന്ന ക്ലോസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നോൺ കർണാടകൻസ് BSc നേഴ്സിംഗ്. അവിടെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്. ഇപ്പോ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഇങ്ങനെ കുറെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എല്ലാ കോഴ്സും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, ഗവൺമെന്റ് സീറ്റുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ വൈ എന്ന് പറയുന്ന കോഴ്സാണ് കൊടുക്കുന്നത്. മറ്റു കോഴ്സുകൾക്ക് നിങ്ങൾ എലിജിബിളും അല്ല, BSc നേഴ്സിംഗ് മാത്രമാണ്. ഇനി MBBSനും PDSനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ റിലീജിയസ് മൈനോറിറ്റിയുടെ ബേസിലാണ് അപ്ലൈ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റിക്കും മുസ്ലിം മൈനോറിറ്റിക്കും അപ്ലൈ ചെയ്യാം. എങ്ങനെ? നോൺ, അവിടെ കർണാടകൻ മുസ്ലിം ഉണ്ട്, കർണാടകൻ ക്രിസ്ത്യൻ ഉണ്ട്, അതുപോലെ നോൺ കർണാടകൻസ്. നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ നോൺ കർണാടകൻ ക്രിസ്ത്യൻ ഉണ്ട്, നോൺ കർണാടകൻ മുസ്ലിംസ് കൂടി, രണ്ടു കൂട്ടർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ എങ്ങനെയാണ് പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ, ആ നോൺ കർണാടകൻസ് അല്ലെങ്കിൽ ഈ മൈനോറിറ്റി സീറ്റ് കൊടുക്കുമ്പോൾ ആദ്യം കർണാടകത്തില് 1ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയെ പരിഗണിക്കും. അതിനുശേഷം 1ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിയെ പരിഗണിക്കും. ഇതിനൊക്കെ ശേഷമേ ബാക്കിയുള്ളവരെ പരിഗണിക്കും. അതായത് നേറ്റീവ് ആയിരിക്കുന്നവർക്കാണ് പ്രയോറിറ്റി. അവിടെ തന്നെ പഠിച്ച കർണാടകൻസിനാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞുള്ള സീറ്റാണ് നോൺ കർണാടകൻസിന് കൊടുക്കുക. പക്ഷെ അപ്ലൈ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഈ സെന്റ് ജോൺസ് പോലുള്ള കോളേജുകളിൽ റോമൻ കാത്തലിക്കിന് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് ആ സീറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് സെന്റ് ജോൺസിൽ അപ്ലൈ ചെയ്യാം. റോമൻ കാത്തലിക്സിന് റിസർവ്ഡ് ആണ്. ഓക്കെ, അതാ ഓപ്പൺ സീറ്റ് ആയിട്ട് പരിഗണിക്കപ്പെടും. അതേപോലെ അൺറിസർവ്ഡ്, ഓപ്പൺ കോട്ട എന്ന് പറയും. അതേപോലെ NRI സീറ്റ്, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ NRI സീറ്റിൽ ഇപ്പൊ കർണാടകത്തിലെ MBBS സീറ്റുകളിലെ NRI സീറ്റ്, അതായത് ഓപ്പൺ സീറ്റ്, NRI സീറ്റ്, മൈനോറിറ്റി സീറ്റിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് ഫീസിന് ആനുകൂല്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ കേരളത്തിലെ ഒരു SC കുട്ടി കർണാടകത്തിൽ അപ്ലൈ ചെയ്താലും ജനറൽ ആയിട്ട് അൺറിസർവ്ഡ് ആയിട്ട് പരിഗണിക്കൂ, SC ആയി പരിഗണിക്കില്ല. ഓക്കെ, അപ്പൊ ഓപ്പൺ കോട്ടയിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഫീ, അതായത് ഒന്ന് ഈ രജിസ്ട്രേഷൻ ഫീ, ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീയെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ചിലപ്പോൾ ചോദിക്കും അവിടുത്തെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ MBBSന്റെ ഫീ എത്രയാണ്, BDSന്റെ ഫീ എത്രയാണ്. കഴിഞ്ഞ വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 10 to 12 lakh മേലെയായിരുന്നു അതിന്റെ ട്യൂഷൻ ഫീ തന്നെ. അപ്പൊ ആ ഫീ പലയിടത്തും വേരി ചെയ്യപ്പെടാം. അപ്പൊ ഒരു 10 to 12 lakh 10 തുടങ്ങി 12 ലക്ഷത്തിനുള്ളിലാണ് ആവറേജ് അവിടുത്തെ ട്യൂഷൻ ഫീ വരിക. അപ്പൊ ഞാനത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി ഞാൻ ഫീസിന്റെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയിലില്ല എന്നേ ഉള്ളൂ. അതേപോലെ ഞാനിപ്പോ എന്തുകൊണ്ട് ഫീ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഫീയുടെ അപ്ഡേഷൻ ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫീ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, തൽക്കാലം നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അതേപോലെ ബാക്കി പ്രൊസീജിയർ ഒക്കെ ചെയ്ത് വെക്കാം. ഫീഡ് അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം പോണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബെറ്റർ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇപ്പൊ സെന്റ് ജോൺസിൽ ആഗ്രഹിക്കുന്ന റോമൻ കാത്തലിക് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ കേരളത്തില് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ പോലെ കർണാടകത്തിലെ സീറ്റ് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ളവർക്ക് ഒന്ന് അപ്ലൈ ചെയ്തിരുന്നത് നല്ലതാണ്. ഇപ്പൊ MBBS BDSന് എക്സാം ഇല്ല എങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അതേപോലെ BSc നേഴ്സിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എക്സാം എഴുതിയാൽ മതി. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഇതിന്റെ എല്ലാ ഡീറ്റെയിലും കൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർഡ് കുറച്ച് ക്രൗഡഡ് ആണെന്ന് തോന്നുന്നു, എങ്കിലും ഞാനിതിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരുന്നു. അതായത് അവരുടെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് ബാധകമായ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരുന്നു. നിങ്ങൾക്ക് ഈ KEയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കിട്ടും. ഒരുപാട് പേജുകളുണ്ട്. അതിന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, ഹിന്ദിയിലേക്കാണ് കന്നഡയിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഹിന്ദിയിൽ കുറച്ച് ക്ലോസുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും സെഷന്റെ താഴെയായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ ഹിന്ദിയിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.